നമസ്കാരം ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നേരത്തെ വന്നതുകൊണ്ട് മാത്രം കാണാൻ പറ്റിയ കാഴ്ച എന്തായിരുന്നു? അലൻ വാക്കറിനെ മാസ്ക് ഇല്ലാതെ കാണാൻ പറ്റി ഗൈസ്. അങ്ങനെ ഏകദേശം പോസ്റ്റാകാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സായി പാപ്പം വന്നിട്ട് ഡി ജെ തുടങ്ങി. ആ പാപ്പം കഴിഞ്ഞിട്ട് വേറെ രണ്ടുമൂന്ന് പേര് വന്നിട്ടോ. എല്ലാവരുടെയും ഒന്നിനൊന്ന് ബോറ്. സജോ ആണെങ്കിൽ ആർക്കൊക്കെ മെസ്സേജ് അയക്കാൻ ഗോൾ ചെയ്യാനൊക്കെ തുടങ്ങി. ഡേവിസ് ആണെങ്കിൽ അപ്പാപ്പന്റെ പാട്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കുപ്പിയൊക്കെ കടിച്ചു പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഭിയാണനാണെങ്കിൽ കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് ചുറ്റുമുള്ള പ്രകൃതി ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അഭിയാണനെ പോലെ പ്രകൃതി ആസ്വദിക്കാമെന്ന് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ദേ നിൽക്കുന്ന ആശില്. എൻ്റെ കൂടെ +2 വരെ സൺഡേ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരനാട്ടോ. അത് കഴിഞ്ഞ് നേരെ റിബൻ റിച്ചാർഡിന്റെ പരിപാടിയായിരുന്നു കേട്ടോ. പതിവ് പോലെ തന്നെ മലയാളികളുടെ അഭിമാനം കാത്ത് പുള്ളിയുടെ പരിപാടി കിടക്കാനായിരുന്നു കേട്ടോ. പുള്ളിയുടെ പാട്ട് കേട്ട പാത്ത് കേൾക്കാത്ത പാതി വേറെ ആര് വൈബ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പിള്ളേർ വൈബ് ചെയ്ത് തുടങ്ങി കേട്ടോ. അതിനുശേഷം പിന്നെ അലൻ വാക്കറിന്റെ വരവിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. എൻഡിങ്ങിൽ ഒരു മഴയും കൂടെ പെയ്തോടുകൂടി ഇന്നത്തെ ഓവറോൾ പരിപാടി കിടിലനായിരുന്നു കേട്ടോ. പരിപാടിക്കിടയ്ക്ക് അറിയാതെ കളഞ്ഞു പോയ ഈ കൂട്ടിയിട്ടിരിക്കുന്ന വസ്തുക്കൾക്ക് പുറമെ ഏതൊക്കെയോ കള്ളന്മാർ വന്ന് കുറേ പേരുടെ ഫോണും കൃത്യമായിട്ട് അടിച്ചുകൊണ്ട് പോയതായിട്ട് പിറ്റേ പത്രത്തിൽ കണ്ടു. അതുകൊണ്ട് ദയവേദി ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് പോകുന്നവർ സ്വന്തം സാധനങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതേപോലെ മിസ്സാവും. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി. നടന്നു പോകുന്ന നേരത്തുള്ള തിരക്ക് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ വണ്ടി എടുക്കുന്ന നേരത്ത് ചെന്നപ്പോഴേക്കുള്ള തിരക്കായിരുന്നു തിരക്ക്. 2 വീലറിന് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് തന്നെ വീട്ടിലെത്താൻ പറ്റി. കാറിന് വല്ലതായിരുന്നെങ്കിൽ തീർന്നേനെ. ബൈ.